ഈശംശായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് ഒരു വിഷയം വിചിന്തനം ചെയ്ത് ഉണ്ണീശോയ്ക്ക് ഒരു നല്ല ഉമ്മ കൊടുക്കാനുള്ള ഒരു മാർഗം നമ്മൾ അതിലൂടെ കണ്ടെത്തുകയാണ്. ഇത് ശരിക്കും ക്രിസ്ത്യാനികളായതുകൊണ്ട് കൊതിക്കേണ്ടത് കുറേ ഭക്ഷണ പദാർത്ഥങ്ങളാണോ? കുറച്ച് തിന്നു കുടിച്ച് ജീവിക്കാനുള്ള ആ ഒരു കൊതി അതാണോ നമ്മളെ ഭരിക്കേണ്ടത്? അതോ ആത്മീയ സമ്പത്ത് കൊതിക്കുകയാണോ വേണ്ടത്? നമുക്ക് ഏതാനും വചനഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മളൊക്കെ കൊതിക്കേണ്ടത് ആത്മീയ നിധി. അതിൻ്റെ ഭാഗമായിട്ട് 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കി ഇനി മുമ്പോട്ടെങ്കിലും നമ്മൾ ഭക്ഷണത്തെക്കാൾ ഈ 3 കാര്യങ്ങൾക്ക് സ്ഥാനം കൊടുത്ത് ജീവിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ കർത്താവിന് വലിയ സന്തോഷമുണ്ടാകും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. ഒരു സഹോദരൻ പണ്ട് ഈ ആത്മീയതയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അന്നത്തെ പുള്ളിയുടെ ചിന്താഗതിയും ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ ചിന്താഗതിയും വ്യാപക വ്യത്യാസം. അദ്ദേഹം പറഞ്ഞത് ഒരു കാലത്ത് എനിക്ക് ഭക്ഷണ പദാർത്ഥങ്ങളോട് കൊതിയായിരുന്നു. അദ്ദേഹം പോയിട്ട് ഒരു ഹോട്ടലിൽ കയറി വേണമെങ്കിൽ ഒരു ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് അങ്ങോട്ട് കൊതി മാറുന്നില്ല. ഉടനെ അവിടുന്ന് തന്നെ രണ്ടാമതൊരു ബിരിയാണി കൂടെ മേടിച്ചെന്ന് അവർക്കെന്നാ തോന്നും, അല്ലെ ഒരു നാണക്കേട് പോലെ. അതിന് അദ്ദേഹം ചെയ്തത് അവിടുന്ന് ഇറങ്ങിയിട്ട് വേറെ ഏതെങ്കിലും ഹോട്ടലിൽ അധികം താമസിയാതെ കയറി ഒരു ബിരിയാണി കൂടെ വാങ്ങിച്ചു കഴിക്കുമായിരുന്നു. അതുപോലെ കൊതി, എത്ര കഴിച്ചാലും കൊതി മാറാത്ത ആ ഒരവസ്ഥ. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ, അദ്ദേഹം ഇറച്ചിയോ മീനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കഴിക്കാറില്ല, വേണ്ടാന്ന് വെച്ചു. പിന്നെ വലിയ രുചികരമായ ഭക്ഷണങ്ങൾ അതും വേണമെന്നില്ല. അദ്ദേഹം പറഞ്ഞത് ഒരു കാലത്ത് എന്നെ ഭരിച്ചിരുന്ന കൊതി, അതിനൊരു പരിഹാരം എന്നോണം ഞാനെടുത്ത തീരുമാനമാണ് എനിക്ക് രുചികരമായ ഭക്ഷണങ്ങൾ വേണമെന്ന് പോലും ഇല്ല. പക്ഷെ ആ മനുഷ്യൻ്റെ ആനന്ദം അത് അടുത്തറിയാവുന്നവർക്കറിയാം, അദ്ദേഹവുമായിട്ട് അടുത്തിടപഴകുന്നവർക്ക് മനസ്സിലാകും അതുപോലുള്ള ഒരാനന്ദം. അതുപോലെ തന്നെ ഈ ഇറച്ചി മീനൊന്നും കഴിക്കുന്നില്ലെന്ന് വിചാരിച്ച് ആരോഗ്യത്തിനൊരു കുറവില്ല, നല്ല ആരോഗ്യം. അദ്ദേഹം പറയുന്നത് എനിക്ക് പകൽ മുഴുവനും കഠിനാധ്വാനം ചെയ്തിട്ടും എനിക്കൊരു ക്ഷീണമോ ബുദ്ധിമുട്ടോ ഒന്നും വരുന്നില്ല. അതാണ് ആത്മീയ സമ്പത്ത് കൊതിച്ച് ആത്മീയ സമ്പത്ത് കരസ്ഥമാക്കിയാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരാവുന്ന ഒരു മാറ്റം. നമുക്ക് ഏതാനും ചില കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കണം, ക്രിസ്ത്യാനികൾ കൊതിക്കേണ്ടത് ഭക്ഷണസുഖമല്ല. ഭക്ഷണപാനീയങ്ങൾ അതിൻ്റെ സുഖം അതിങ്ങനെ ആവുന്നിടത്തോളം സ്വീകരിച്ച് മുമ്പോട്ട് പോവുക, അതല്ല നമുക്ക് വേണ്ടത്. നമ്മൾ കാണുന്നുണ്ട് യെശയ്യാ 22 അതിൻ്റെ 13-14 വചനങ്ങൾ വായിച്ചാൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ ജീവിച്ച വ്യക്തികളെക്കുറിച്ച്, അത് മാരകമായൊരു പാപമായിട്ട് ഈ പാപം ഞാൻ അവരുടെ മരണം വരെ മറക്കില്ല എന്ന് വചനത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഫിലിപ്പിയർ 3-ാം അധ്യായം 19-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ചിലരുടെ ദൈവം എന്ന് പറയുന്നത് ഉദരമാണ്. അവർക്ക് വേറെ ദൈവവചനോ ദൈവിക കാര്യങ്ങളോ ഒന്നുമില്ല. ഉദരം, ഞാൻ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം എനിക്ക് കിട്ടണം, വയറ് നിറയണം, വയറിന് സുഖം ഉണ്ടാകണം ഭക്ഷണം കഴിച്ച്. അങ്ങനെ മാത്രം ചിന്തിക്കുന്ന വ്യക്തികൾ, അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താ? നാശമാണ് അവരുടെ അന്ത്യം. ഈ ഒരു കൊതി ബാധിച്ച് നമ്മൾ മുമ്പോട്ട് പോകുന്നെങ്കിൽ വരാവുന്നത് എന്താണെന്ന് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുക. ദാനിയേൽ 1-ാം അധ്യായം 17-ാമത്തെ വചനം എടുത്താൽ ഇതിൻ്റെ നേരെ വിപരീതം. രാജകൊട്ടാരത്തിൽ നിന്ന് രാജാവ് കഴിച്ച ഭക്ഷണവും രാജാവ് കുടിച്ച മുന്തിയ വീഞ്ഞും സ്വീകരിക്കാൻ അവസരമുണ്ടായിട്ട് ദാനിയേലും അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാര്, എത്ര ചെറുപ്പക്കാരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ആശയം ഉദിച്ചു വരും, ഇങ്ങനെ ഒരു ആദർശം അവർ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കും. അവരോട് ഞങ്ങൾക്ക് സസ്യാഹാരവും വെള്ളവും മതി, ഞങ്ങൾക്കിങ്ങനെ വിഭവസമൃദ്ധമായ ഭക്ഷണമോ അതല്ലെങ്കിൽ മുന്തിയ വീഞ്ഞോ ഒന്നും വേണ്ട, അതിന് ഞങ്ങളെ നിർബന്ധിക്കാതിരുന്നാൽ മതി. അങ്ങനെ പറഞ്ഞ അവർക്ക് എന്താ കിട്ടിയത്? അതിൻ്റെ ഫലമായിട്ട് ഭക്ഷണസുഖം പരിത്യജിച്ചപ്പോൾ അവർക്ക് കിട്ടിയ കാര്യങ്ങൾ വിജ്ഞാനം, അറിവ്, സാമർഥ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ദൈവം കൊടുത്തു. ഒരുപാട് തിന്നു കുടിച്ച് ഈ പറയുന്നതിൽ ഒന്നുമില്ലാതെ ഒരു സാമട്ടിൽ ജീവിതം മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഇവരിങ്ങനെ ഒരു ത്യാഗത്തിന് തയ്യാറായപ്പോൾ ദൈവം അവർക്ക് കൊടുത്ത കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ കാണുക. ദാനിയേൽ 10-ാം അധ്യായം 3-ാമത്തെ വചനം എടുത്താലോ, ദാനിയേൽ ഒരു തീരുമാനം എടുത്തു, 3 ആഴ്ചക്കാലത്തേക്ക് ഞാൻ രുചികരമായ ഭക്ഷണങ്ങളൊന്നും കഴിക്കുന്നില്ല, സുഗന്ധ തൈലം പൂശുന്നില്ല. ദാനിയേൽ ഫാസ്റ്റിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പരിചയമുണ്ട്. അങ്ങനെ കുറച്ച് പരിത്യാഗ പ്രവർത്തികൾ ദാനിയേലിൻ്റെ ജീവിതത്തിലേക്ക് വന്നതെന്തായിരുന്നു? അതിൻ്റെ ഫലമായിട്ട് ദൈവം അവൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നത് കാണാൻ പറ്റും. നീ നിന്നെ തന്നെ എളിമപ്പെടുത്തി ശരിയായ അറിവ് അത് സമ്പാദിക്കാൻ
നീ തീരുമാനമെടുത്തത് കൊണ്ട് ഇതാ ഞാൻ നിന്റെ അടുത്തേക്ക് അയക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവദൂതൻ വന്ന് പറയാം. ഇങ്ങനെ ഒരു ത്യാഗമെടുത്തപ്പോൾ ദൈവദൂതൻ അവൻ്റെ അടുക്കലേക്ക് അയക്കപ്പെട്ടു. വീണ്ടും നമ്മൾ കാണുകയാണ്, മിഖായേൽ, മുഖ്യദൂതന്മാരിൽ ഒരാളായ മിഖായേൽ വന്ന് അവനെ സഹായിക്കുന്നത് കാണാൻ പറ്റും. അവൻ നേരിട്ട ആ തടസ്സമെല്ലാം മാറി അവന് മുമ്പോട്ട് പോകാനുള്ള ആ ഒരവസ്ഥ അത് മിഖായേൽ വന്ന് സാധിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല, അവൻ്റെ അധരത്തിൽ ദൈവം വചനം വെച്ച് അഭിഷേകം ചെയ്തു. വചനത്തിൻ്റെ അഭിഷേകം സ്വീകരിക്കുന്ന ദാനിയേലിനെ നമുക്ക് കാണാൻ പറ്റും 10-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വചനത്തിൽ. ഇങ്ങനെ ഒരു ത്യാഗത്തിന് മുതിർന്നപ്പോൾ ഉണ്ടായ നേട്ടം ചില്ലറ നേട്ടമല്ല എന്നുള്ളത് ഈ വചനഭാഗങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ക്രിസ്ത്യാനി കൊതിക്കേണ്ട ചില നിധികൾ, ആത്മീയ സമ്പത്ത്, ഇതിനു വേണ്ടി നമുക്കൊരു കൊതി ഉണ്ടാകും. അപ്പോൾ പിന്നെ ഈ ഭക്ഷണ കൊതിയും അല്ലെങ്കിൽ ലൈംഗിക സുഖത്തോടുള്ള കൊതിയും അങ്ങനെയുള്ളതൊക്കെ തന്നെ വഴിമാറും. 1 കൊരിന്ത്യർ 13:10 പറഞ്ഞിട്ടുണ്ട്, പൂർണ്ണമായത് ഉദിക്കുമ്പോൾ അപൂർണമായത് അസ്തമിക്കും. കൊളോസസ് 2-ാം അധ്യായം 3-ാമത്തെ വചനം, നിധികൾ ഒളിഞ്ഞു കിടക്കുന്നത് യേശുക്രിസ്തുവിലാണ്. യേശുവിനെ അറിയാനും യേശുവുമായി ഒരു വ്യക്തിബന്ധം സ്ഥാപിക്കാനും സാധിക്കുന്നവർക്ക് ആ നിധികൾ കണ്ടെത്താൻ പറ്റും. 3 പ്രധാനപ്പെട്ട നിധികളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. 1, സ്വർഗം. വിശുദ്ധ പീറ്റർ ജൂലിയൻ എയ്മാഡ് അദ്ദേഹം പറഞ്ഞത്, ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനം വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാനയേക്കാൾ വലുതെന്ന് പറയാവുന്ന ഏക കാര്യം സ്വർഗമാണ്. അതുകൊണ്ട് സ്വർഗത്തിൽ പോകണം എന്നുള്ള ആ ഒരു കൊതി നമുക്കുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് പറ്റും. 2ാമത്തെ കാര്യമാണ് വിശുദ്ധി, ജീവിത വിശുദ്ധി. ഈ സഭാപിതാക്കന്മാർ അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, വിശുദ്ധി നിന്റെ അടിവസ്ത്രം പോലെ നീ സ്വീകരിക്കണം. അടിവസ്ത്രം, ഇന്നർ വെയർ, ലെറ്റ് ഹോളിനെസ് ബി യുവർ ഇന്നർ വെയർ, അങ്ങനെയാണ് സഭാപിതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ ശരീരത്തോട് ഒട്ടിക്കിടക്കുന്നത്. അതുപോലെ ജീവിത വിശുദ്ധി നമ്മോട് ഒട്ടി നിൽക്കണം എന്നുള്ളത് കർത്താവിൻ്റെ വചനവും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, സഭാപിതാക്കന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനം, വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 2-ാമത്തെ വചനവും അത് തന്നെ നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. ജ്ഞാനം 6:10 വായിച്ചാൽ വിശുദ്ധരാകാൻ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വിശുദ്ധ കുർബാന വിശുദ്ധിയോടെ അർപ്പിക്കുക. നമ്മൾ വിശുദ്ധരാകും. ഇതാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം. 3ാമത്തെ കാര്യമാണ് ആത്മരക്ഷ. അതിനേക്കാൾ വലിയൊരു നിധി ഉണ്ടോ? മത്തായി 16:26 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അവൻ എന്ത് നേടി? ഈ ആത്മരക്ഷ നമ്മൾ കൊതിക്കണം. വിശുദ്ധ കൊച്ചുത്രേസ്യ പറഞ്ഞത്, ഞാൻ എടുക്കുന്ന സഹനങ്ങളെല്ലാം ഒറ്റ ലക്ഷ്യത്തോടു കൂടി എനിക്ക് സ്വർഗത്തിൽ പോകണം. ഞാൻ കൽപ്പനകളെല്ലാം പാലിക്കുന്നത് ഒറ്റ ലക്ഷ്യത്തോടു കൂടി എനിക്ക് സ്വർഗത്തിൽ പോകണം, എൻ്റെ പേര് സ്വർഗത്തിലുണ്ടാകണം. ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് വരുവാൻ കർത്താവ് എനിക്കും സ്വർഗത്തിൽ പോകണം എന്നുള്ള ആ ഒരു തീരുമാനമെടുത്ത് അത് ഒരു ഉണ്ണീശോയ്ക്ക് ഒരു ഉമ്മയായി കൊടുത്തുകൊണ്ട് നമുക്ക് ഈ പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേരാം. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തവരാണ് നമ്മൾ. ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്നു. നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെല്ലാം ഈ അൾത്താരയിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് യാചിക്കുക. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവ് കൈക്കൊള്ളുന്നു എന്ന വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.